നമ്മുടെ അടുത്ത് വന്നിട്ട് കണ്ണിന്റെ രോഗത്തിന് ചികിത്സിക്കുമ്പോൾ അതിന്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് കൂടി ഉണ്ട്. ആ എക്സസൈസ് നമ്മൾ നേരത്തെ നാവിന് ഹാർട്ട് സ്ട്രോക്കുകാർക്ക് നാവിനെ ഒരു എക്സസൈസ് പറഞ്ഞ പോലെ തന്നെ കണ്ണിനൊരു എക്സസൈസ് ഉണ്ട്. താത്തുമ്പോൾ നമുക്ക് ഇതിലേക്കാണ് നോക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ തന്നെ നോക്കിയാൽ മതി. മൂക്കിലേക്ക് പണ്ട് നമ്മൾ നോക്കൂലേ, മുകളിലേക്ക് നോക്കുമ്പോൾ വെറുതെ മുകളിലേക്ക് നോക്കിയാൽ മതി. കാഴ്ചക്ക് ട്രീറ്റ്മെന്റ് വരുന്നതോട് നമ്മൾ പറയാറ് 21 ദിവസത്തേക്ക് കണ്ണട ഉപയോഗിക്കരുത് എന്നാണ്. കണ്ണട ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ കണ്ണട വെക്കേണ്ടി വരൂലേ എന്നാ ചോദിക്കുക. നമ്മളുടെ ട്രീറ്റ്മെന്റ് തുടങ്ങി അന്ന് മുതൽ കണ്ണട വെക്കാതിരുന്നാൽ, എൻ്റെ ഒരു ചോദ്യം, ഇവിടെ വന്നതിന് ശേഷം കണ്ണട മാറ്റിയവരുണ്ടെങ്കിൽ കൈവക്കി. കണ്ണട മാറ്റിയവർ ഒന്ന് എഴുന്നേറ്റ്. കണ്ണട മാറ്റിയവർ എഴുന്നേറ്റ് നിൽക്കുക. കണ്ണട മാറ്റിയതിനു ശേഷം കണ്ണട വെക്കുന്നില്ലെങ്കിലും കാഴ്ചക്ക് മാറ്റം വന്നവർ കൈവക്കുക. കണ്ണട വെക്കുന്നില്ല പക്ഷെ കാഴ്ചക്ക് മാറ്റം വന്നവർ കൈവക്കുക. 21 ദിവസത്തേക്ക് കണ്ണട മാറ്റിയാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരില്ല, പിന്നെ 21ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് കണ്ണട വെക്കേണ്ടി വരില്ല. നമ്മളെ സിസ്റ്റം അനുസരിച്ചിട്ട് കണ്ണട മാറ്റാൻ കഴിയും. നമ്മളുടെ നേരത്തുള്ള വീഡിയോകളിലൊക്കെ പലരും കണ്ണട മാറ്റിയവരെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതില് കണ്ണിന് ചികിത്സിക്കുന്നവര് നമ്മുടെ അടുത്ത് വന്നിട്ട് കണ്ണിന്റെ രോഗത്തിന് ചികിത്സിക്കുമ്പോൾ അതിന്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് കൂടി ഉണ്ട്. ആ എക്സസൈസ് നമ്മൾ നേരത്തെ നാവിന് ഹാർട്ട് സ്ട്രോക്കുകാർക്ക് നാവിനെ ഒരു എക്സസൈസ് പറഞ്ഞ പോലെ തന്നെ കണ്ണിനൊരു എക്സസൈസ് ഉണ്ട്. കണ്ണ് തുറന്നു പിടിക്കുക, നന്നായിട്ട് തുറന്നു പിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്ന് പറഞ്ഞാല് റൈറ്റിലേക്ക് നോക്കുക, ലെഫ്റ്റിലേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, ദെൻ കണ്ണ് കറക്കുക. കണ്ണിന്റെ റൊട്ടേഷൻ ചെയ്യുന്നതിന് നമുക്ക് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള സമയമാണ് എടുക്കേണ്ടത്. ഞാൻ അവിടെ പറയുമ്പോൾ പേഷ്യൻസിന് പറയുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, അത് ഞാൻ ഫുൾഫിൽ ചെയ്യാനാണ്. കണ്ണിന്റെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കി, മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ വെക്കുക. അത് കുറേ നേരം അങ്ങനെ വച്ചതിന് ശേഷം പിന്നെ ഒന്ന് കണ്ണടച്ചിട്ട് താഴേക്ക് നോക്കിയാൽ മതി. താഴേക്ക് നോക്കുമ്പോൾ മൂക്കിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നോക്കാം, അല്ലാതെ 2 വിരൽ വേണമെങ്കിൽ ഇപ്പുറത്ത് പിടിക്കാം, എന്നിട്ട് ആ 2 വിരലിലേക്കായിട്ട് നോക്കാം. അപ്പൊ 2 വിരലിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ 2 വിരലൂടി കാണാവുന്ന തലത്തിലേക്ക് ആക്കിയാൽ മതി. കണ്ണിങ്ങനെ നേരെ പിടിക്കുക, കണ്ണ് തന്നെ പൊക്കുക, എന്നിട്ട് അങ്ങനെ തന്നെ താത്തുക. താത്തുമ്പോൾ നമുക്ക് ഇതിലേക്കാണ് നോക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ തന്നെ നോക്കിയാൽ മതി. മൂക്കിലേക്ക് പണ്ട് നമ്മൾ നോക്കൂലേ, മുകളിലേക്ക് നോക്കുമ്പോൾ വെറുതെ മുകളിലേക്ക് നോക്കിയാൽ മതി. നോക്കി താഴേക്ക് നോക്കി, കണ്ണ് തുറന്നിട്ട് താഴേക്ക് നോക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കണ്ണടച്ചിങ്ങനെ നിൽക്കുക. ഒരു 3, 4, 5 പ്രാവശ്യം ചെയ്താൽ മതി. കണ്ണ് കഴിച്ചാൽ പിന്നെ ചെയ്യരുത്. അതേപോലെ തന്നെ കണ്ണ് സൈഡിലേക്ക്, കണ്ണ് തുറന്നു പിടിച്ചിട്ട് സൈഡിലേക്ക്, എന്നിട്ട് അടക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് അടക്കുക. കണ്ണ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴും സൈഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഇടങ്ങേറ് വന്നാൽ അപ്പം തന്നെ കണ്ണടച്ച് വെക്കുക. അതിനുശേഷം ഇത് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന സാധനമാണ് റൊട്ടേഷൻ. അപ്പോൾ സ്ലോവിൽ റൊട്ടേറ്റ് ചെയ്യാം. അവിടെ ഒരു റൊട്ടേഷൻ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആണ് ചെയ്യേണ്ടത്. അതൊരു 3, 4, 5 പ്രാവശ്യം ഒരു സൈഡിലേക്ക് ചെയ്തിട്ട് കുറച്ചു നേരം കണ്ണടക്കുക. എന്നിട്ട് പിന്നെ എന്താക്കണം, തിരിച്ചു ചെയ്യണം. ഇതാണ് കണ്ണിന്റെ റൊട്ടേഷൻസ്. ചെയ്യുമ്പോൾ അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ ചെയ്താൽ മതി. പിന്നെ കണ്ണിങ്ങനെ ഇറുക്കി വെച്ചിട്ട് എന്ത് ചെയ്താൽ കണ്ണിന്റെ കൃഷ്ണമണി അങ്ങോട്ട് ഇങ്ങോട്ട് വെറുതെ ഓടിക്കുക. റെസ്റ്റിംഗ് പോസ്റ്ററിലൊക്കെ ഇടക്കിടക്കൊക്കെ ചെയ്യാം. ഈ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർ, കമ്പ്യൂട്ടറിന് മുമ്പിലൊക്കെ കുറേ ഇരിക്കുന്നവർ, അത് അതിന് വേണ്ടി നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇടക്കിടക്ക് എന്ത് ചെയ്യണം, കണ്ണൊന്ന് അടച്ചിട്ട് വെറുതെ കണ്ണ് അടച്ചിട്ട് ഈ പറഞ്ഞ റൊട്ടേഷൻസും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സുഖം കിട്ടും കണ്ണിന്. അതിൻ്റെ ഒപ്പം കണ്ണ് വാഷ് ചെയ്യാം. കണ്ണിൽ പച്ചവെള്ളം ഒഴിക്കണ്ടെന്നൊക്കെ ഒരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷെ വാഷ് ചെയ്യുന്നത് ഇടക്ക് നല്ലതാണ്. ഹീറ്റുള്ള ബോഡി ആണെങ്കിൽ, ബോഡിക്ക് ഹീറ്റ് കൂടുതലുണ്ട്, മുഖത്തിനും ചൂട് കൂടുതലായിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ മുഖത്ത് വെള്ളം ഒഴിക്കുക. അത് കുനിഞ്ഞു നിന്നിട്ട് കണ്ണിലേക്ക് പയ്യെ ശുദ്ധമായ പച്ചവെള്ളം കുനിഞ്ഞു നിന്നിട്ടായിരിക്കണം ഒഴിക്കേണ്ടത്. നന്നായിട്ട് കുനിഞ്ഞു നിന്നിട്ട് കണ്ണിലേക്ക് തെളിക്കുക. എത്ര നേരം എത്ര സമയം അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു കണ്ണിന് അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നതല്ലാണ്. പ്രത്യേകിച്ച് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം മുഖം കഴുകുമ്പോൾ ഈ ഒരു റൊട്ടേഷൻസും മുഖം കഴുകലും കണ്ണിന്റെ വാഷും ഒക്കെ നല്ലതാണ്. മൂക്കിൽ വെള്ളം കയറ്റി ചെയ്തിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക, സൈഡിലേക്ക് നോക്കി പിടിക്കുക, റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം കണ്ണ് കുറച്ചു നേരം അടച്ചു പിടിക്കുക. ഇത് കണ്ണിന് സ്ട്രെയിൻ കൊടുത്ത് നിങ്ങൾ ഈ കണ്ണിങ്ങനെ അടക്കുമ്പോൾ ഈ നന്നായിട്ട് ഇങ്ങനെ അടക്കുക. ആദ്യം വെറുതെ അടച്ചു പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു പിടിക്കുമ്പോൾ കണ്ണിന്റെ ഉള്ളിലെ കൃഷ്ണമണിക്ക് നല്ല രസം കിട്ടും.
അങ്ങനെ ഒന്ന് ഇടക്ക്, പ്രത്യേകിച്ച് കണ്ണിന്റെ പ്രശ്നമുള്ളവര് കണ്ണിന് സ്ട്രെയിൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഇടക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഈ എക്സസൈസ് ചെയ്യുകയും അതിനൊപ്പം കണ്ണ് കുറച്ചു നേരം അടച്ചു പിടിക്കുകയും ചെയ്യണം. കണ്ണിനുള്ള ട്രീറ്റ്മെന്റിനൊപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്.